വളരെയധികം പുരുഷന്മാരുടെ ഒരു സംശയമാണ് അവരുടെ ലിംഗത്തിന്റെ വളവ് നോർമൽ ആണോ എന്നും അത് അവരുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമോ എന്നും ഒക്കെ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എപ്പോഴാണ് പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ വളവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നതിനെ പറ്റിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80% മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസവും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ മുഖവും ശരീരവും പോലെ പുരുഷന്മാരുടെ ലിംഗവും ഒരു പെർഫെക്റ്റ് ഷേപ്പുള്ള അവയവമൊന്നുമല്ല. മിക്ക പുരുഷന്മാരുടെയും ലിംഗത്തിന് ഒരു ചെറിയ വളവുണ്ട്, ഇടതുവശത്തോട്ടോ വലതുവശത്തോട്ടോ ഒക്കെ. ഇത് വളരെ നോർമലും സ്വാഭാവികവുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അവരുടെ ഭാവി ദാമ്പത്യ ജീവിതത്തെയോ ലൈംഗിക ജീവിതത്തെയോ ഒന്നും ഒരു രീതിയിലും ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതോർത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ നിങ്ങളുടെ ആ ലിംഗത്തിൻ്റെ വളവ് മൂലം വേദന ഉണ്ടാകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ തടസ്സം ഉണ്ടാകുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിരിക്കണം. ഈ ഒരു അവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പൈറോണിസ് ഡിസീസ്. ഈ പൈറോണിസ് ഡിസീസ് ഉള്ള പുരുഷന്മാരിൽ ഉദ്ധാരണ സമയത്ത് വേദന ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ഒരു അവസ്ഥ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിലാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിൽ ഇത് ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല. പൈറോണിസ് ഡിസീസ് ഏത് പ്രായത്തിലും വരാം. എന്നാൽ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഇന്നും മെഡിക്കൽ സയൻസിന് ഒരു വ്യക്തതയില്ല. ഈ പൈറോണിസ് ഡിസീസിൻ്റെ കാരണമായിട്ട് പലപ്പോഴും പറയുന്നത് ലിംഗത്തിന് ഏറ്റ ക്ഷതമാണ്. അതായത് സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടായ ആ ഒരു ക്ഷതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായ ഒരു അപകടം. പൈറോണിസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ റിപ്പീറ്റഡ് പിനൈൽ ഇഞ്ചുറി ടിപ്പിക്കലി ഡ്യൂറിംഗ് സെക്സ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ പൈറോണിസ് ഡിസീസിന്റെ 2 പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉദ്ധാരണ സമയത്ത് ലിംഗത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ആ വേദനയും ലിംഗത്തിന്റെ ഷേപ്പിലുള്ള ഒരു പ്രകടമായ ഒരു വ്യത്യാസവുമാണ്. എന്താണ് ഈ ലിംഗത്തിന്റെ ഷേപ്പിലുള്ള പ്രകടമായ ഈ വ്യത്യാസം എന്ന് പറയുന്നത്? അതായത് കാഴ്ചയ്ക്ക് ഈ അവർ ഗ്ലാസിന്റെ ഷേപ്പിനോട് സാദൃശ്യം തോന്നുന്ന ഒരു ആകൃതി. ചില പുരുഷന്മാരുടെ ലിംഗം മുകളിലോട്ട് വളഞ്ഞിരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ പൈറോണിസ് ഡിസീസ് ഉള്ള പല പുരുഷന്മാർക്കും ഒരു ചികിത്സയുടെ ആവശ്യം പലപ്പോഴും വേണ്ടി വരില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം അവർക്ക് ഈ ഒരു അവസ്ഥ കൊണ്ട് ഉദ്ധാരണ സമയത്ത് വേദനയോ അല്ലെങ്കിൽ ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ യാതൊരു തടസ്സമോ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ്. ചില വ്യക്തികളിൽ ഒരു ട്രീറ്റ്മെന്റിന് പോകാതെ തന്നെ ഈ പൈറോണിസ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ നേരെയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ചെക്കപ്പിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് പൈറോണിസ് ഡിസീസിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോ. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.